അല്ലെങ്കിൽ അടുത്തുള്ള ട്രൂപ്പിലോ ആരുടെയും കൂടെ പരിപാടികൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കുക. മേളങ്ങളൊന്നും പഠിപ്പിച്ചിരുന്നേ ഇല്ല. മേളവും കേളിയും കുഴപ്പറ്റും ഒന്നും ഒരു ചെണ്ടക്കാരനെ പഠിപ്പിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഞാൻ പഠിച്ചിറങ്ങിയിട്ടുള്ള സമയത്ത് പഞ്ചാരി മേളത്തിന്റെ മൂന്നാം കാലത്തിന്റെ മുകളിൽ രണ്ടാം കാലവും പതികാലവും കൊട്ട അറിയുന്ന കലാകാരന്മാർ വളരെ വിരളായിരുന്നു. അതേസമയത്ത് ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. അത് നമ്മുടെ കേരളീയ കലകളെ കലകളായിട്ട് പോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഈങ്ങാലക്കുട ഉള്ള ഒരു മാരാർ കുടുംബത്തിലത്തെ ഒരു കുട്ടീനെ കൊട്ടുപഠിപ്പിച്ച് രംഗത്ത് ഇറക്കുമ്പോൾ ഇരിങ്ങാലക്കുട ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം പഠിപ്പിച്ചിരിക്കും. അതിലുപരി പഠിപ്പിക്കാൻ ആരും ശ്രമിക്കാറില്ല. അത് ഇന്ന വിഷയം പഠിക്കണം എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവണമില്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു കലയായിട്ട് ഇതിനെ കാണാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് അപ്പുവാച്ചാന്റെ തിരോധാനം. അതുകൊണ്ട് തന്നെ അപ്പുവാച്ചാന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും നമ്മുടെ സമൂഹത്തിന് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ തന്നെ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം പോലും ഒഴിവ് കൊടുക്കാതെ അദ്ദേഹം സ്വന്തം ഉപകരണത്തിൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും പ്രയോഗം നടത്തിയത് എനിക്ക് അനുഭവമുള്ള സംഗതിയാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ വീട്ടിൽ കാണാൻ ചെന്നപ്പോൾ കാലത്തായിരുന്നു, ഒരു 9 മണിയായിട്ടുള്ളൂ. ആ സമയത്ത് മൂപ്പര് റൂം അടച്ചിട്ട് ചെണ്ടമുള്ളിൽ തായമ്പക പതികാലത്തിന്റെ നാലരത്തി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഊർജം അദ്ദേഹത്തിന്റെ തായമ്പകയിലും കാണാണ്ടായിരുന്നു. ഇന്നലെ പട്ടന്നൂർ ഞാൻ പറഞ്ഞു, ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമുദ്രത്തിലേക്ക് നീന്താൻ ഇറങ്ങുന്ന പോലെയാണെന്നൊക്കെ തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ കാര്യമൊന്നും മൂപ്പർക്കൊരു വിഷയമല്ല. ഇതെവിടെയെങ്കിലും ഒന്ന് കൊണ്ടേ അവസാനിപ്പിക്കേണ്ടതാണ്. നമ്മൾ ബാക്കിയുള്ള ഏത് കലാകാരന്മാരെടുത്താലും, ഇപ്പൊ എൻ്റെ ഗുരുനാഥനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അടങ്ങുന്ന ഇന്ന് നിലവിലുള്ള എ ഗ്രേഡ് തായമ്പകക്കാരെടുത്താൽ തന്നെ നമുക്ക് കാണാം, ഒരു സാധനം ഒരു പൊടി തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എണ്ണം തുടങ്ങുകയാണെങ്കിൽ അതിനെ അതിൻ്റെതായിട്ടുള്ള ക്രമത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം, അതിന് വരുന്ന കാലങ്ങൾ, അതിന് വരുന്ന ഏറ്റുചുരുക്ക രീതികൾ, ഇതെല്ലാം വൃത്തിയായി അവതരിപ്പിച്ച് കൊണ്ടുപോയി കലാശിക്കുന്ന ഒരു ചിട്ടവട്ടം. ആ ചിട്ടവട്ടം വിട്ടിട്ട് അവർക്ക് പോകാൻ സാധിക്കില്ല. മറിച്ച് അപ്പുവാച്ചാനെ സംബന്ധിച്ചോളം അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇപ്പോ പല ആൾക്കാരുടെയും കയ്യിൽ കാണുന്നുണ്ട് ഒരു CD ത്രിപുര തായമ്പകയുടെ. ആ CD തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, പതികാലത്തിൽ 2ാമത്തെ എണ്ണം കൊട്ടിയിട്ട് അദ്ദേഹം ആ എണ്ണത്തിൽ നിന്നൊക്കെ വിട്ടുപോയിക്കണു. അതിന്റെ താളോട്ടത്തിൽ വരുന്ന മനോധർമ്മങ്ങൾ ഒരെണ്ണം കഴിഞ്ഞാൽ അപ്പൊ അതിനോട് തൊട്ട് അടുത്തത് വന്നു, ഒന്നിനെ പിന്തുടർന്നുകൊണ്ട് അടുത്തത് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുക. അങ്ങനെ കൊട്ടി അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നത് മുഴുവൻ അവതരിപ്പിക്കാനുള്ള ഒരു വേദി. അതായത് സമുദ്രമാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് നീന്താൻ ഇഷ്ടം പോലെ കിടക്കുകയാണ്. കുറെ നീന്തി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചു പോരണല്ല. അതിന്റെ ഇടയ്ക്ക് കുഞ്ഞുട്ടന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ കേസറ്റില്. അത് കാണേണ്ടതാണ്. അദ്ദേഹത്തിന്റെ തായമ്പകയുടെ പ്രത്യേകത അതാണ്. അത്രയും സമുദ്രം പോലെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഞാൻ അടങ്ങുന്ന പെരിങ്ങാലക്കുടയിൽ കൊണ്ട് ഒരുപാട് കലാകാരന്മാർ പഠിച്ചു വരുന്നവരുണ്ട്, എല്ലാവരും ഇറങ്ങി ചെന്നിട്ടുള്ളത്. പക്ഷെ നമ്മളെല്ലാം അതിന്റെ കരക്കിൽ നിന്നും നോക്കിക്കാണാൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഇത്തരം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ തർക്കങ്ങളൊക്കെ വരാനുള്ള കാരണം. ഇതുപോലെ തന്നെ അപ്പുവാച്ചാൻ അദ്ദേഹത്തിന്റെ മകനോട് ഇന്നലെ ഇവിടെ വന്ന കൂനശ്ശേരി ചന്ദ്രേട്ടനോട് ഒരു ഉപദേശം കൊടുക്കുന്നത് ഞാൻ കേൾക്കണ്ടായി. ചന്ദ്രേട്ടൻ തന്നെയാണ് എന്നോട് അതൊരിക്കൽ പറഞ്ഞത്. അതായത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത, ഒരു നിമിഷം പോലും വിട്ടുകളയാൻ പാടില്ലാത്ത സംഗതിയാണ് വിനയം എന്ന് പറയുന്നത്. ചന്ദ്രേട്ടനെ സമയത്തോളം ചന്ദ്രേട്ടന് ചിലപ്പോൾ ഒരു രൗദ്രഭാവമൊക്കെ ഉള്ളൊരു പ്രകൃതമാണ്. ചന്ദ്രേട്ടനെ കണ്ടാൽ തന്നെ അപ്പുവാച്ചാനും ചന്ദ്രേട്ടനും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. പക്ഷേ ചന്ദ്രേട്ടനോട് മൂപ്പര് കൊടുത്തൊരു ഉപദേശം, അതിനാണ് നമുക്ക് പ്രസക്തി കൊടുക്കേണ്ടത്. മകനെ, നീയെ നന്നേക്കാ വലിയവൻ വന്നാൽ അവനേക്കാ വലിയവനാവണം.
നിന്നേക്കാൾ ചെറിയവൻ വന്നാൽ അവനേക്കാൾ ചെറിയവനാകണം. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തില് അപ്പാശാൻ അത് അനുസരിക്കുന്ന ഒരാളാണ്, ആ ഒരു ചിട്ടയിൽ കൂടെ ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ കുറച്ച് ഉണ്ടായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ട ഒരു സംഗതി. ഇത് ഇങ്ങനൊരു ഉപദേശം അദ്ദേഹം കൊടുത്തു എന്നുള്ളത് പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് അന്ന് മൂപ്പര് ചെയ്തത് ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഗുരുവായൂർ ശിവരാമനുണ്ട്. അദ്ദേഹത്തിന് സാധകപരമൊക്കെ ഒത്തിരി കുറവാണ്. കയ്യിന് ഒരു ലേശം ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഒരാളാണ്. പക്ഷെ മേളപ്രമാണിയാണ്, ഭംഗിയായിട്ട് തായമ്പ കൊട്ടും എല്ലാം ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കരാറില് അപ്പാശാൻ കൊട്ടാൻ വന്നിട്ട്, അവിടെ അപ്പാശാൻ സ്ഥിരം കൊട്ടുന്ന ഒരു സ്ഥലമാണ് പൊന്നാനി തോന്നിയറമ്പ് പറയും, കരിങ്കല്ലത്താണി അടുത്താണ് തോന്നിയറമ്പ് അമ്പലത്തില്. അപ്പാശാനാണ് അവിടെ സ്ഥിരം ഇടയ്ക്കും തായമ്പയ്ക്കും വരാറുള്ളത്. ആ കൊല്ലം അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു, അപ്പാശാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ശിവരാമനായിട്ട് ഡബിള് അവതരിപ്പിക്കാം. ശിവരാമന്റെ കരാറായിരുന്നു. അപ്പൊ ഞാൻ അന്ന് തായമ്പയ്ക്ക് കഷ്ടി ഇങ്ങനെ വലന്തര പിടിക്കാം എന്നുള്ള സ്ഥിതി ആയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു അരങ്ങേറ്റം കഴിഞ്ഞ് 2-3 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ ആ സമയത്താണ്. അപ്പോ അപ്പാശാനെ സംബന്ധിച്ചോളം സാധകം എന്ന് പറഞ്ഞതിന് പരിധിയില്ലാത്ത ഒരാള് തുടങ്ങിയാൽ ഇത് എവിടെയാ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മറ്റുള്ളവർക്ക് ഒന്നും ഒരു അന്തവും കിട്ടില്ല. അങ്ങനെയുള്ള കൂട്ടും തുടങ്ങിയാൽ ഇതിന്റെ അവസാനം മൂപ്പര് അവസാനിച്ചു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും, അത് അവസാനിച്ചു. അങ്ങനെ ഒന്നിൽ തുടങ്ങി ഒന്നിലേക്ക് മാറി 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 പോകുന്ന ഒരു ഒരു ഉന്നത കലാകാരൻ അദ്ദേഹം ശിവരാമേട്ടനായിട്ട് കൊട്ടുന്ന കണ്ടപ്പോ, തായമ്പ കഴിയുന്നത് വരെ ഞങ്ങൾ കേട്ടിരുന്നു ശിവരാമേട്ടന് കൊട്ടാൻ പറ്റാത്തതൊന്നും അപ്പാശന്റെ കയ്യിൽ നിന്ന് വന്നിട്ടില്ല. എന്തു കൊട്ടിക്കൊടുത്താലും ശിവരാമേട്ടന് പറ്റുന്ന കാര്യങ്ങളാ. പലതും കൊട്ടാതിരുന്നിട്ടുണ്ട് മനസ്സിലാവാതെ. എങ്കിൽ തന്നെ ശിവരാമേട്ടനെ എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ കൂടെ കൊണ്ടുപോകുന്ന ആ ഒരു രീതി അപ്പാശാന്റെ ശേഷമുള്ള ഒരു കലാകാരന്മാർക്കും കാണാനില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം ഇവിടെ ഇരിങ്ങാലക്കുടയിൽ ഒരുപാട് കുട്ടികൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ അപ്പാശാന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ 1-2 അനുഭവങ്ങൾ ഞാൻ പറയണത്. ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം അപ്പാശാൻ പറഞ്ഞത് തന്നെയാണ്, നമ്മളെക്കാൾ വലിയവൻ വന്നാൽ അവനേക്കാൾ വലിയവനാകുക തന്നെ ചെയ്യണം, ചെറിയവൻ വന്നാൽ അവനേക്കാൾ ചെറിയവനാകണം. അത് അദ്ദേഹത്തിന്റെ വലിയ ഒരു ഉപദേശമായിട്ട് ഉൾക്കൊള്ളുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്നേക്കാൾ വലിയ ഒരാൾ വന്നിട്ട് തായമ്പയ്ക്ക് ഞാനുമായിട്ട് കോമ്പറ്റ് ചെയ്യേണ്ട ഒരു സന്ദർഭം ഉണ്ടായാൽ ഒരിക്കലേ ഉണ്ടാകാവൂ. രണ്ടാമത് ഉണ്ടാകുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടാവണം ഞാൻ അയാളായിട്ട് കോമ്പറ്റ് ചെയ്യാറായി എന്നുള്ളത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഒരു സാധനം ഒരു അരങ്ങത്ത് ഞാൻ കൊട്ടുന്നതിലിടയ്ക്ക് എനിക്ക് മനസ്സിൽ തോന്നി കൊട്ടി കയ്യുമ വന്നില്ല എന്ന് വന്നാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് കയ്യിൽ കൊട്ടി വരുത്തിയതിന് ശേഷം ഞാൻ ഉറങ്ങാറുള്ളൂ. ഏതെങ്കിലും ഒരു സാധനം തക്കിട്ടയും തരികടയും ഉപയോഗിച്ചുള്ളതാണ് നമ്മൾ പ്രയോഗിക്കുന്നത് മുഴുവൻ. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം അരങ്ങത്ത് വെച്ച് എന്റെ കയ്യിൽ വരാതെ വന്നാൽ അത് അദ്ദേഹത്തിനെ മനസ്സിലാവുള്ളൂ. ഏത് സാധനമാണ് അദ്ദേഹത്തിന് വരാതിരുന്നത് നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ഒന്നും മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു കൊട്ടി